എവിടെ പോയാലും നല്ല നീറ്റായിരിക്കണം. നമ്മുടെ സ്റ്റൈല് വിട്ട് ഒരു കളിക്ക് നിൽക്കരുത്. അതുപോലെ തന്നെ കൊല്ലാൻ പോവാണെങ്കിൽ ശരി. ഓക്കെ. ആ, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് മാസ്. വണ്ടി എടുക്ക്. മതിയടാ മതിയടാ മതിയടാ. ഇനി അവനെ വെട്ട്. വെട്ടട്ടെ? ആ, ശരിയല്ല ശരിയല്ല. വെട്ടടാ അവനെ. വെട്ടിക്കോ നീ. എന്താണ് ഇവനീ കാണിക്കുന്നത്? നീ ആ വാഴ വെട്ടിയോരെ വെട്ടടാ. അണ്ണാ ഇവനെ നമുക്ക് വെടിവെച്ച് വന്നാ പോരെ? പോരാ, നീ അവനെ വെട്ടുമ്പോ അവന്റെ ചോര നിന്റെ ദേഹത്ത് എറിക്കണം. അത് നിനക്ക് കിട്ടുന്ന ഒരു മെഡലാണ്. വെടിവെച്ച് കൊല്ലാനൊക്കെ ആർക്കും. ഇവൻ എനിക്ക് പറ്റിയൊരു തണ്ടിയല്ലെന്നേ. തണ്ടിയല്ല, നീ വെട്ട്. ആ, നീ തീർന്നടാ, നീ തീർന്ന്. വെട്ടങ്ങ്. ഇവൻ എന്നെ. ഇവ ശരിയാവില്ല. കുറച്ചുകൂടെ ഗ്ലാമർ ഉള്ള ഒരുത്തനെ കിട്ടും. ഗ്ലാമർ ഉള്ള ഒരുത്തനോ? ഗ്ലാമർ ഇല്ലാത്തവന്റെ ചോരക്കാണ് ഭംഗിയുള്ളു. നീ വെട്ട്. അറപ്പിക്കുന്നു. നിർത്ത്. വേറെ വാർത്തലെടുത്തു. ശരിയാവുന്നില്ല. ആ, എനിക്ക് മനസ്സിലായി. നീ തൽക്കാലം അതീ വെട്ടിപ്പടി. എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തു വിടടാ. അത് തന്നെ, അതേപോലെ ഇവിടെ ഒന്ന് വെട്ടാ. കൈ സൂക്ഷിക്കണേ. വെട്ട്. ഇവിടെ ഒന്ന് വെട്ട്. കഴുത്ത് നോക്കി വെട്ട്. അത്രേ ഉള്ളൂ. അവരുടെ കൈ പോകാൻ നോക്കണം. നീ വെട്ടിക്കോ. കഴുത്തിന് വെട്ടിയാണ്. കൈ മാറണേ. എന്തൊക്കെയാണോ? ഏയ് ഒന്നുമില്ലടാ. നമ്മുടെ ചെക്കൻ വലിയ ആളായി. ഡിഗ്രിയൊക്കെ പാസ്സായ ഓരോരുത്തൊരു സന്തോഷം. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ പറ, കുട്ടമ്പിള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറ. ഇല്ല. നിനക്കെങ്ങനെയാ അവനെ പരിചയം? അത് ഞാൻ ഈ ചെറിയ ഹവാല ഏർപ്പാടുകളിലൊക്കെ മധ്യസ്ഥനായിരുന്നു. പിന്നെ ഇയാൾക്കൊരു വലിയ ആന്റിക് ശേഖരമുണ്ട്. അപ്പൊ ചില നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോ അവിടെ കൊണ്ടുപോയി വെക്കാറുണ്ട്. അവന്റെ അടുത്ത് എങ്ങനെ എത്താൻ പറ്റും? ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ? ചാവാൻ അത്രയ്ക്ക് കൊതിയായി. നിനക്ക് വട്ടായോടെ ഈ കളവുമാരെ കൊണ്ട് പകരം ചോദിക്കാൻ പോലെ. ഇവിടെ ചാവുന്ന കാര്യം പറയുമ്പോ സുഖമായിട്ട് തുറങ്ങുന്നു. നിർത്തടാ. ആരാണ് നിന്റെ തള്ള? നിന്നെ ഞാൻ നിനക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവുന്നില്ലേ? ഇതെങ്ങാനും മായനറിഞ്ഞാൽ ഗംഗയിൽ ഒഴുക്കാൻ ഒരു കഷ്ണം എല്ലു പോലും തരില്ല. നീ അല്ലേ പറഞ്ഞ നീ നാട് പറപ്പിക്കുന്ന വലിയ ഗുണ്ടയേക്കാണ്. ഗുണ്ടയൊക്കെ തന്നെ. എന്നാലും ജീവിച്ചിരുന്നാലേ ഗുണ്ടയായിട്ട് കാര്യമുള്ളൂ.